സോ ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജേണേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് ജേണേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് എന്ന് ഡിസ്കസ് ചെയ്തു. എസ്സേ, റിസർച്ച് പേപ്പർ, കേസ് സ്റ്റഡി, ഡിസർട്ടേഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി റീകൗണ്ട്, ക്രിട്ടിക്കൽ അനാലിസിസ്, thesis, research report, proposal, book review, lab report. These are considered as genres of academic writing. Then next നമ്മൾ ഫസ്റ്റ് genre essay നമ്മൾ ഡിസ്കസ് ചെയ്തു. It used to assess students' progress. An academic essay is written to answer a question. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 types of essay ഉണ്ട്, 3 paragraph essay and 5 paragraph essay. So the next topic is research paper or article. A research paper is usually longer than an essay. It provides detailed information on a topic through different sections like literature review, methodology, discussion and conclusion. So research paper or article, it is longer than an essay. ഒരു എസ്സേങ്ങാട്ടി വലുതാണ് റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ എ ടോപ്പിക്. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്കത് തരുന്നുണ്ട്. ആൻഡ് ഇതിൽ വേരിയസ് സെക്ഷൻസ് ഉണ്ട്. അതേതൊക്കെയാണെന്നാണ് പറയുന്നത്: ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. Depending on the broad area to which the paper belongs, there may be difference in the structure of the research paper. So നമ്മൾ ഏത് ഏരിയ, അതായത് ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിനാണെങ്കിൽ അത് വേറെ തരത്തിലായിരിക്കും. സോ ഓരോന്ന് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അങ്ങനെയൊക്കെ ഡിഫറൻസ് അനുസരിച്ചിട്ട് റിസർച്ച് പേപ്പറിലുള്ള സെക്ഷൻസിലും മാറ്റം വരാം. That is, there are subtle differences in the method of study, sequence and writing style of paper in humanities, social science and science. There are studies, the scope which crosses disciplinary boundaries as well, and hence using more than one method of study at a time. Then research papers are written strictly following certain styles of presenting sources and evidence to support the arguments or findings of the paper. So research പേപ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് certain style ഉണ്ട് പ്രസൻറ്റേഷന്. അതുപോലെ തന്നെ എവിഡൻസസും ആർഗ്യുമെൻസും എല്ലാം ഫൈൻഡിങ്സും എല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു certain സ്റ്റൈൽസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. For instance, using a quotation from a book in support of the arguments is done using a convention set by the style. അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റൈലാണ്. സോ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു ക്വട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിന് യൂസ് ചെയ്യേണ്ട സ്റ്റൈൽ എന്ന് പറയുന്നത് കൺവെൻഷൻ സെറ്റ് ബൈ ദി സ്റ്റൈലാണ്. ഒരു കൺവെൻഷൻ സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് സോ ഈച്ച് പേപ്പർ ഇസ് റിട്ടൺ കീപ്പിംഗ് ഇൻ മൈൻഡ് എ പെർട്ടിക്കുലർ സ്റ്റൈൽ ഓർ ടാർഗറ്റിംഗ് എ ജേണൽ. ഇപ്പം നമ്മൾ ഓരോ പേപ്പറും എഴുതുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റൈല് മൈൻഡിൽ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. The most popular documentation style in subjects under humanities is MLA. സോ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് അവർ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റൈൽ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA ആണ്. അതായത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ, MLA style. Whereas in social sciences, research scholars usually follow APA style. അപ്പോൾ ഈ APA സ്റ്റൈൽ യൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? സോഷ്യൽ സയൻസുകാരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ എന്നാണ് ഫുൾ ഫോം. കൊമേഴ്സുകാരൊക്കെ യൂസ് ചെയ്യേണ്ടത് APA സ്റ്റൈലാണ്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റൈൽ. പിന്നെ വേറൊരു സ്റ്റൈലാണ് ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈൽ ഇസ് അനദർ സ്റ്റൈൽ ഗൈഡ് ഇൻ യൂസ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. Some institutions, including universities like Oxford, Cambridge, Harvard, insist on following their own style for scholars writing for their publications. Researchers depend on style manual available in the form of books, or they can make use of information available in the official websites of organizations like MLA and APA to clarify their doubts on the documenting the sources.
അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റൈൽ. MLA, APA ഒക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈല്. പിന്നെ നെക്സ്റ്റ് ഫേമസ് ആയിട്ടുള്ളതാണ് ചിക്കാഗോ മാനുവൽ. പിന്നെ പറയുന്നത് ചില യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെ കാംബ്രിഡ്ജ്, അതുപോലെ തന്നെ ഹാർവാർഡ്, ദേ ആർ ഫേമസ് യൂണിവേഴ്സിറ്റീസ്. അവരൊക്കെ അവരുടേതായ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈല് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് നിങ്ങളുടെ റിസർച്ച് പേപ്പർ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തോളൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The next one is proposal. What is proposal? A proposal is what you present to explain objectives, purpose, methodology and detailed plan of a project you are wishing to undertake. അപ്പോൾ പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാനെയാണ് നമ്മൾ പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുണ്ടാവേണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ്, പേർപ്പസ്, മെത്തഡോളജി ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി പ്രൊജക്റ്റ്. If you are planning to write a book, your publisher may ask you for a proposal. നിങ്ങളൊരു ബുക്ക് എഴുതാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പബ്ലിഷർ എന്ത് ചെയ്യും, ദേ ആസ്ക് എ പ്രപ്പോസൽ, ഒരു പ്രപ്പോസൽ വയ്ക്കും. അതായത് ഒബ്ജക്റ്റീവും പേർപ്പസും മെത്തഡോളജിയും ഡീറ്റെയിൽഡ് പ്ലാനൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ. അപ്പോൾ അത് വായിച്ചിട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് അവർ നിങ്ങളെ ഓക്കെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. If faculty members wish to pursue a project funded by some agencies like UGC, CSIR and ICSSR, they are required to give a proposal to convince the funding agencies the importance of the project and the expenses expected to be incurred. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഏജൻസീസ് വഴി നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആദ്യം ഒരു പ്രപ്പോസൽ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ പ്രപ്പോസൽ കൊടുക്കണം. അതായത് ആ പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്രപ്പോസൽ കൊടുക്കണം. അപ്പോൾ അവർക്കത് ഓക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ ഫണ്ടിങ് ഓക്കെ ആക്കും. In business, plan of the proposed business is usually prepared using the principles of proposal writing. Scholars pursuing research program like PhD in an education institution are usually asked to submit a research proposal while applying for registration or admission. അപ്പോൾ അതുപോലെ തന്നെ PhD എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് റിസർച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. The main purpose of proposal writing practice is to demonstrate your ability to plan for a future action. So what is the main purpose? Main purpose എന്താണ്? To demonstrate your ability to plan for a future action. ഫ്യൂച്ചർ ആക്ഷനിലോട്ടുള്ള പ്ലാനിങ് എങ്ങനെ നടത്തുന്നു അതാണ് പ്രപ്പോസലിൽ പറയുന്നത്. നെക്സ്റ്റ് പെർസ്യുവേഷൻ. Persuasion is one of the crucial elements on proposals in professional as well as academic context. Persuasion means the convincing power എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പറഞ്ഞ് ധരിപ്പിക്കണം, അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഞങ്ങൾ പറയുന്നതാണ് ശരി, അതുപോലെ ഇതിനത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് വേണം. അതാണ് പെർസ്യൂഷൻ. ത്രൂ യുവർ റൈറ്റിംഗ് യു നീഡ് ടു കൺവിൻസ് ദ പേഴ്സൺ കൺസേൺഡ് ടു ആക്സെപ്റ്റ് യുവർ പ്ലാൻ ഓഫ് ആക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പേഴ്സണെ, നിങ്ങളുടെ ഗൈഡിനെ ഓർ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏജൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. Although there are variants in the way different types of proposals are written, the following elements are common in most of the proposals. പ്രപ്പോസൽസിനുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത് എക്സ്പ്ലെയിനിങ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രൊജക്റ്റ്, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, പിന്നെ വരേണ്ടത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, the detailing of financial assistance required, proposed budget in case the project proposal submitted with the intention of receiving funds or grant. അപ്പോൾ ഗ്രാൻഡോ ഫണ്ട്സോ പ്രതീക്ഷിച്ചിട്ടുള്ള പ്രപ്പോസൽ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ബഡ്ജറ്റ് വെക്കേണ്ടതുള്ളൂ. പിന്നെ റെഫറൻസസ് വെക്കണം, ദെൻ പ്രിലിമിനറി ബിബ്ലിയോഗ്രഫി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രപ്പോസലിന് വേണ്ട സ്റ്റെപ്സ്. കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ. അതിൽ ഇൻട്രൊഡക്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മെത്തഡോളജി,
പിന്നെ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡീറ്റെയിൽ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിക്വേർഡ് ഓർ പ്രൊപ്പോസ്ഡ് ബഡ്ജറ്റ്. അത് നമ്മൾ ഗ്രാൻഡ് എങ്ങനെ സ്വീകരിക്കണമെങ്കിൽ മാത്രം. പിന്നെ വരുന്നത് റെഫറൻസസ്, പ്രിലിമിനറി ബിബ്ലിയോഗ്രഫി. ദാറ്റ്സ് ഓൾ.